ഇപ്പോൾ ഏത് ക്യാൻസറും ഒരു ജലദോഷം പോലെ മാറും പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ചെയ്തു നോക്കാവുന്നതേ ഉള്ളതാണ്. ആർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ക്യാൻസർ പോകണം. കാരണം ക്യാൻസർ ഡീജനറേഷനാണ്. ഡീജനറേഷന് മരുന്നില്ല, റീജനറേഷനാണ് സൊല്യൂഷൻ. റീജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ റീജനറേഷൻ നടക്കുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ ആഡ് ചെയ്യണം? പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചത് കൊടുക്കാൻ കഴിയണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആ നിശ്ചിത റേഷ്യോയിൽ ഫ്രൂട്ടിലൂടെ ചെല്ലണം. വേവിക്കരുത്, വേവിക്കാതെ ചെല്ലണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ. എല്ലാവരും ചോദിക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് എന്താ ക്യാൻസർ വരുന്നതെന്ന്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ക്യാൻസർ വരിക, കുട്ടികൾക്ക് എങ്ങനെ ക്യാൻസർ വരിക? അമ്മയുടെ ഗർഭപാത്രത്തിലെ ജലത്തിൻ്റെ ക്വാളിറ്റി അതിപ്രധാനമാണ്. അതിനകത്ത് വേണ്ട ട്രേസ് എലമെൻസുകളും സകലതും കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിന് ക്യാൻസർ വരും. അതിന് കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നാണ് ചോദിക്കണേ, എന്ത് ഭക്ഷണം കഴിച്ചിട്ടാണെന്നാണ് ചോദിക്കണേ. അമ്മ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് കിട്ടേണ്ട സാധനങ്ങൾ മുഴുവൻ ഒരു കുഞ്ഞ് രൂപപ്പെട്ട് വരാൻ വേണ്ടതെല്ലാം കിട്ടണ്ടേ? അത് കിട്ടാതെ വന്നാലോ കുഞ്ഞിനത് ബാധിക്കും. അപ്പോൾ അത് അമ്മയുടെ ഗർഭപാത്രത്തിലെ ജലം അത് അതിപ്രധാനമാണെന്ന് എനിക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായ. കാരണം ഒരു വെള്ളത്തിലാണ് കുഞ്ഞ് പൊങ്ങിക്കിടന്ന് വളരണേ. ഒരു കടൽ വെള്ളത്തിൽ എങ്ങനെയാണോ ആദ്യത്തെ ഏകകോശ ജീവി പൊങ്ങിക്കിടന്ന് വളർന്നത്, ടിപ്പിക്കൽ ഇതായിട്ടാണ്, അതേമാതിരി തന്നെയാണ്, ഡിക്റ്റോയാണ്. അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു കടലാണ്. കടൽ ജലത്തിൻ്റെ ലവണങ്ങളുടെ അനുപാതമുണ്ട്. അതേ അനുപാതത്തിലായിരിക്കണം ഗർഭപാത്രത്തിലെ ജലവും. ഇത് ഭക്ഷണത്തിലൂടെയാണ് വരണ്ടേ. ഇത് ഭക്ഷണത്തിലൂടെ കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞിനെ രൂപപ്പെടുത്തുമ്പോൾ അത് ഓട്ടിസമായിരിക്കും, മന്ദബുദ്ധിയായിരിക്കും, അംഗവൈകല്യം വന്നതായിരിക്കും, എല്ലാം വരും, എല്ലാ രോഗം വരും. അപ്പോൾ ഇതിന് ആരും ശ്രദ്ധിക്കണില്ല. ഇതിന് കൊടുക്കേണ്ടത് എന്താണ്, അമ്മ പ്രഗ്നൻ്റ് ആകുമ്പോൾ കൊടുക്കേണ്ടത് എന്താണ് എന്നുള്ളത് നോക്കില്ല. അമ്മ കൊള്ളിയില്ലാത്തതുകൊണ്ട് ഛർദ്ദിച്ച് കളയുന്നുണ്ട്. കുഞ്ഞ് രൂപപ്പെടുന്ന സമയത്ത് ശരീരം ശുദ്ധമാക്കാനുള്ള നടപടി അമ്മ എടുക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് എടുക്കുന്നുണ്ട്. ശരീരം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ചില പ്രഗ്നൻസിയിലുള്ള പെണ്ണുങ്ങൾ കരിക്കട്ട തിന്നും, പിന്നെ കുമ്മായക്കട്ട തിന്നും, പെരയുടെ മൂലയിലിരുന്നിട്ട് കുമ്മായക്കട്ട തിന്നും, പച്ചരി വാരി തിന്നും. ഇതൊക്കെ യഥാർത്ഥ കാർബോഹൈഡ്രേറ്റ് കിട്ടാഞ്ഞിട്ടാണ്. കുഞ്ഞിന് വേണ്ട കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ശരീരത്തിന് അറിയില്ല. ഇത് മനസ്സുകൊണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതല്ലേ. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കുഞ്ഞിന് വേണ്ട അപ്രോപ്രിയേറ്റ് കാർബോഹൈഡ്രേറ്റ് ഏതാണ് അത് കൊടുക്കാതിരിക്കുക. ശരീരം കിടന്ന് ഡിമാൻഡ് ചെയ്യുക, ഈ കാർബോഹൈഡ്രേറ്റ് കൊണ്ടുപോവുക, പ്രോട്ടീൻ കൊണ്ടുപോവുക, കുഞ്ഞിന് വേണ്ടത് കൊണ്ടുപോവുക, കൊള്ളിയില്ലാത്തത് ഛർദ്ദിച്ച് കളയുകയും ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു ഭക്ഷണവും കഴിക്കില്ല. ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ ആധുനിക ചികിത്സാശാസ്ത്രത്തിന് വന്നിട്ടില്ല. ഇത് കറക്റ്റ് ഓരോ മന്ത്ലിയും കുഞ്ഞിന് വേണ്ടത് ഇന്ന നാച്ചുറൽ വേ, ശരീരത്തിന് അപ്രോപ്രിയേറ്റായ വിധത്തിൽ കൊടുക്കണം. അത് ഫ്രൂട്ട്സാണ് അത് പാകപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രൂട്ട്സിൽ അത് പാകപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തിന് എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ അത് പാകപ്പെടുത്തിയിട്ടുണ്ട്. അത് കിട്ടാതെ വന്നാൽ കുഞ്ഞിന് വരും. കുഞ്ഞിലെ എന്തേ രോഗം വന്നതെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്രശ്നപരിഹാരത്തിന് നമ്മൾ തിരഞ്ഞെടുത്ത ശാസ്ത്രം, കയ്യിലെടുത്ത ശാസ്ത്രം തെറ്റായ ഒരു ശാസ്ത്രം എടുത്തിട്ട് അതുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ വരുന്നത്. ആധുനിക ചികിത്സാശാസ്ത്രത്തിന് ഇത്രയും അഡ്വാൻസ് ചെയ്തിട്ടും ക്യാൻസറിനെ പൂർണ്ണമായും മാറ്റാൻ പറ്റില്ല, ഷുഗർ രോഗം മാറ്റാൻ പറ്റില്ല. പിന്നെ ഇക്കോളജി തത്വപ്രകാരം ചെയ്യുമ്പോൾ അത് മാറുന്നുണ്ട്. ഇപ്പോൾ ഏത് ക്യാൻസറും ഒരു ജലദോഷം പോലെ മാറും പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ചെയ്തു നോക്കാവുന്നതേ ഉള്ളതാണ്. ആർക്കും ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ക്യാൻസർ പോകണം. കാരണം ക്യാൻസർ ഡീജനറേഷനാണ്. ഡീജനറേഷന് മരുന്നില്ല, റീജനറേഷനാണ് സൊല്യൂഷൻ. റീജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ റീജനറേഷൻ നടക്കുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ ആഡ് ചെയ്യണം? പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചത് കൊടുക്കാൻ കഴിയണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്
ആ നിശ്ചിത റേഷ്യോയിൽ ഫ്രൂട്ടിലൂടെ ചെല്ലണം, വേവിക്കരുത്, വേവിക്കാതെ ചെല്ലണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ, എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ പൂ പോലെ പറിച്ച് കളയാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഇക്കോളജി പഠിച്ചത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഇതിൻ്റെതല്ല ഞാൻ പറയണത്. ഇക്കോളജി ശാസ്ത്രപ്രകാരം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡീജനറേഷനാണ്. ഡീജനറേഷൻ്റെ സൊല്യൂഷൻ റീജനറേഷനാണ്. റീജനറേഷൻ വേണമെങ്കിൽ വേവിക്കാത്ത 5 ഭൂതങ്ങൾ, 5 ഘടകങ്ങളും വേവിക്കാതെ അപ്രോപ്രിയേറ്റായിട്ട് ശരീരത്തിന് കിട്ടണം. അത് നിശ്ചിത റേഷ്യോയിൽ കിട്ടുകയും വേണം. കാർബോഹൈഡ്രേറ്റ് ഒരു 60% എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്, 30% എനർജി ഫ്രം ഫാറ്റ്, 10% എനർജി ഫ്രം പ്രോട്ടീൻ. ഈ ഒരു റേഷ്യോയിൽ ഫ്രൂട്ടിൽ നിന്ന് ഇത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഏത് രോഗവും മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് നോക്കേണ്ടത്, ഗവൺമെൻറ് നോക്കേണ്ടതാണ്. ഗവൺമെൻറ് വരണമെന്നുണ്ടെങ്കിൽ കുറേ കാലതാമസം വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് 95% ചികിത്സാ സംവിധാനങ്ങളും ഇരിക്കുന്നത് മോഡേൺ സയൻസിൻ്റെ വക്കലാണ്. അവർ ഷിഫ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടില്ല. അവർ ഷിഫ്റ്റ് ചെയ്യും, കാരണം അവർ പഠിക്കുകയല്ലേ, കാര്യങ്ങൾ പഠിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ജോലി ഇതൊന്നും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അത് ഇങ്ങനെ ഒരു സാധനമുണ്ട് എന്നവർക്ക് പറ്റണം. അത് അവർ ചെയ്തു നോക്കുമ്പോൾ അവർക്ക് ഗുണം കാണുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ അതിനകത്ത് ഗവേഷണം നടത്തും. നല്ല രീതിയിലുള്ള ഗവേഷണം നടക്കും. ഗവേഷണം നടക്കുമ്പോൾ പ്രൂവ് ചെയ്യും, കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യും. നമ്മളതിൻ്റെ ഒരു രാസത്വരകങ്ങളായി വർക്ക് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നതാണ് വരിക. അത് പറയുന്നത് വെറുതെ പൊട്ടത്തരം വെറുതെ വിളിച്ച് പറയല്ല. ഒരു ഇക്കോളജി ശാസ്ത്രം എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ പ്രകൃതി നിയമാനുസൃതമായി ജീവിക്കുന്ന ഒരിടം, അതിനെയാണ് സ്വർഗം എന്ന് നമ്മൾ പറയുക, സ്വർഗലോകം എന്ന് പറയുക. കംപ്ലീറ്റ് ജനങ്ങളും പ്രകൃതി നിയമാനുസൃതമായി ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരിടമുണ്ടാക്കിയാൽ അവിടെ രോഗം കാണില്ല, സമാധാനം കാണും, ഭയങ്കര ചിന്താഗതിയിൽ വ്യത്യാസം വരും, ബുദ്ധിവികാസം സംഭവിക്കും, എല്ലാം സംഭവിക്കും. അന്തരീക്ഷത്തിൽ വായു ആസിഡിറ്റി ഉള്ളതാണ്, പുകപടലങ്ങൾ നിറഞ്ഞതാണെങ്കിൽ സ്കിന്നിനത് ബാധിക്കില്ലേ? സ്കിന്നിനത് ബാധിക്കും. കാരണം ബാഹ്യപ്രകൃതിയിൽ എന്തിനേയും പ്രതിരോധിച്ച് നിർത്തേണ്ട അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ്. ഈ സ്കിന്നിന് 1 സ്ക്വയർ ഇഞ്ചിൽ 650 സുഷിരങ്ങളുണ്ട്, രോമകൂപങ്ങൾ. അതായത് വിയർപ്പ് വെളിയിലേക്ക് വരാനായിട്ടുള്ള ഒരു ദ്വാരങ്ങളുണ്ട് അവിടെ. ഇത് നല്ലൊരു ശതമാനം ആളുകളിലും ബ്ലോക്ക്ഡാണ്. അപ്പോൾ ഒരു രോമകൂപത്തിലൂടെ വിയർപ്പ് വെളിയിലേക്ക് വരുന്നില്ല, അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിയർപ്പിൻ്റെ സ്വാദ് ഉപ്പാണ്, പുളിയാണ്. ഉപ്പും അസിഡിറ്റിയും അകത്ത് കിടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വിയർത്ത് വെളിയിലേക്ക് പോകാതിരുന്നാൽ ത്വക്കിൻ്റെ ഉള്ളിൽ രോമകൂപം അടഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ മുഴുവൻ ഉപ്പും അസിഡിറ്റിയും അക്യുമുലേറ്റ് ചെയ്യുകയും അത് ക്യാൻസറിന് കാരണമാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സോഡിയം, ഉപ്പെന്ന് പറയുന്നത് സോഡിയമാണ്, സോഡിയം ബേസ്ഡ് സെൽ ഇൻ ആൻ അസിഡിക് സിറ്റുവേഷൻ, ക്യാൻസർ ഉറപ്പാണ്. അത് പ്രൂവ്ഡാണ്. ഞാനതിൻ്റെ സ്റ്റഡി റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ വിയർക്കുക എന്നുള്ളത് അതിപ്രധാനമാണ്. രോമകൂപങ്ങൾ മുഴുവൻ, ചില ഭാഗങ്ങൾ വിയർത്താൽ പോരാ, ശരീരം മാസകലമുള്ള രോമകൂപങ്ങൾ തുറക്കണം. അല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടുവരുന്ന ഒരുപാട് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആട്ടുംകാട്ടം പോലെ ശരീരത്തിൻ്റെ ത്വക്കിൽ മുഴുവൻ, മുഖത്തും ശരീരമാസകലം കെട്ടി കിടക്കുന്നു, സഞ്ചി പോലെ കറുത്ത നിറത്തിലുള്ള അരിമ്പാറ പോലെ ദൂരത്തേക്ക് മാറിക്കിടക്കുന്ന, കിങ്ങിണി പോലെ തൂങ്ങിക്കിടക്കുന്ന രോഗങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഇത് രോമകൂപങ്ങൾ അടഞ്ഞു പോയിട്ടാണ്. അത് അസിഡിറ്റി കൊണ്ട് അടഞ്ഞു പോകും. ഇപ്പോൾ ബ്ലഡിൽ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന വിയർപ്പ് അസിഡിക്കാണ്. ഹെവി അസിഡിക്കായാൽ ആ കോശം അങ്ങ് ചത്തുപോയാൽ അവിടെ ബ്ലോക്കിലായി. അപ്പോൾ ഇതാണ് ഈ അസിഡിറ്റിയുടെ മെയിൻ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്.
അപ്പോൾ ചത്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കാണ്. ഇപ്പോൾ താരൻ പോലെ തന്നെയാണത്. താരനും ഇതുപോലെ ബ്ലോക്ക്ഡായി പോണതാണ്. മുഖക്കുരു അതാണ്, ബ്ലോക്ക്ഡായി പോണതാണ്. കുരു പോലെ വെളിയിലേക്ക് വരും. അവിടെ രോമകൂപം തുറന്നാണിരിക്കണമെങ്കിൽ അത് വെളിയിലേക്ക് വന്നിട്ട് ഓയിൽ, ഒരു ത്വക്കിനൊരു പ്രൊട്ടക്ഷൻ ഓയിൽ കൊടുക്കും. അതിന് പകരം അത് അടഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അത് കൂമ്പി വന്ന് ഇൻഫെക്ഷനായി പഴുപ്പായി ഒട്ടി വരുന്ന മുഖക്കുരുവാകുന്നത്. അപ്പോൾ ഇതെല്ലാം കാര്യം വിയർക്കുന്നില്ല. ഈ ത്വക്ക് രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. അന്തരീക്ഷത്തിലെ പ്രശ്നം ഒന്ന്, വിയർക്കാതിരിക്കുന്നത് ഒന്ന്. അപ്പോൾ അതോടൊപ്പം തന്നെ ത്വക്കിൻ്റെ ഹെൽത്ത് തീരുമാനിക്കുന്നത് HDL ആണ്, കൊളസ്ട്രോള്. HDL എന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന കൊളസ്ട്രോൾ. ഇത് ഒരു 90% ആളുകളിലും കുറവാണ്. കാരണം നമ്മൾ കഴിക്കണതിൽ omega-3 എന്ന് പറയുന്ന സാധനം ഇല്ല, ഓയിലില്ല. omega-3 ഓയിലില്ല. അപ്പോൾ ത്വക്കിൻ്റെ ഹെൽത്ത് ചുളിവ് വരാതെ നോക്കുന്നതും ത്വക്കിൻ്റെ കോശങ്ങളിൽ വെള്ളം പിടിച്ചു നിർത്തുന്നത് എല്ലാം ഈ ഫാറ്റാണ്. ഇത് കുറവാണെങ്കിൽ രോഗം വരും, ത്വക്ക് രോഗം വരും. പ്രധാനമായും ഇത് വിയർക്കണം. വിയർത്ത് വെളിയിലേക്ക് പോകുന്നത് വെള്ളമാണെങ്കിലും ആ വെള്ളത്തിനോടൊപ്പം തന്നെ മലിനവായുവും പോകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഉച്ഛ്വാസവായുവിലൂടെ വായു പോകുന്നുണ്ട്, പക്ഷേ വെള്ളവും പോകുന്നുണ്ട്. ആ വെള്ളം എന്ന് പറയുന്നത് മലിന വെള്ളമാണ്. ഇതേമാതിരി തന്നെ ത്വക്കിലൂടെ വെള്ളം പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വായു പോകണം. എന്ന് പറഞ്ഞാൽ ത്വക്ക് കൂടി ശ്വസിക്കണം. ത്വക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ശ്വാസോച്ഛ്വാസം ചെയ്യണം, വിയർപ്പും വെള്ളവും വെളിയിലേക്ക് പോകണം. അങ്ങനെ ആയാൽ ത്വക്ക് രോഗം മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏത് സോറിയാസിസ് പോലും നമുക്ക് മാറുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബയോസിമെൻ്റ് എന്ന് പറയുന്ന കൊളജൻ ചത്തുപോണ അസിഡിറ്റി കാരണം, അതായത് കോശങ്ങളെ തമ്മിൽ ഒട്ടിപ്പിച്ച് നിർത്തുന്ന ബയോസിമെൻ്റ് എന്ന് പറയുന്ന കൊളജൻ, ആ കൊളജൻ ഡെഡായി പോവുകയാണ്, ഇല്ലാതായി പോകും. അപ്പോൾ കോശം രണ്ടും കൂടി വിട്ടുപോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കൈ നിറച്ച് ത്വക്കായിരിക്കും കട്ടിലേക്ക് കിടക്കുക, പൊഴിഞ്ഞു പോകുന്നതായിരിക്കും. ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ബ്ലഡിൻ്റെ അസിഡിറ്റി മാറ്റിയിട്ട് ഈ കൊളജൻ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട പ്രതിരോധ ശക്തി കൂട്ടി കൊടുത്ത് വിറ്റാമിൻ ഇതുണ്ട് omega-3 ഓയിൽ കൊടുത്ത് HDL കൂട്ടിയെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ശരീരം സ്വാഭാവികമായിട്ട് ഈ സോറിയാസ് മാറ്റിയെടുക്കും. വിയർപ്പിക്കും, ഡെയിലി വിയർപ്പിക്കും. നമ്മൾ 3 പേഷ്യൻസിന് ഡെയിലി വിയർപ്പിക്കാൻ പറയും. അതായത് കിഡ്നി പേഷ്യൻസ് ഡെയിലി വിയർപ്പിക്കണം, ക്യാൻസർ പേഷ്യൻസ്, സോറിയാസിസ് പേഷ്യൻസ്. അപ്പോൾ വീട്ടിൽ തന്നെ വിയർപ്പിക്കാനുള്ളൊരു സംവിധാനം രൂപപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നാരങ്ങ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക തൈലവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തൈലം ദേഹമാസകലം പുരട്ടിയിട്ട് പെടലി പുറത്തിട്ടിട്ട് ദേഹമാസകലം വിയർപ്പിച്ച് രോമകൂപങ്ങൾ തുറന്ന് വിയർപ്പിക്കണം. ഇതിപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാവരും തന്നെ, തണുപ്പ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള നമ്മുടെ എല്ലാ ആൾക്കാരും ഈ ഒരു സാധനം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അവർക്ക് അസിഡിറ്റി ഉണ്ടാകുകയും അസിഡിറ്റി കൊണ്ട് ലിവർ കൊളസ്ട്രോൾ ഉണ്ടാകുകയും ലിവർ സിറോസിസ് വരികയും ഫാറ്റി ലിവർ വരികയും ചെയ്യും. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്നും പറഞ്ഞിട്ട് എഴുതണത് വിയർക്കാത്തത് കൊണ്ട് പറ്റുന്നതാണ്. ത്വക്കിലൂടെ വിയർക്കാത്തത് കൊണ്ട് പറ്റുന്നതാണ് ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്. മദ്യം കുടിച്ചിട്ടില്ല, പക്ഷേ ലിവർ സിറോസിസ് വരുന്നു. ഇതിൻ്റെ കാരണങ്ങളിൽ മെയിനായിട്ട് വരുന്നത് വിയർക്കാത്തതാണ്. അപ്പോൾ വിയർക്കണം. ത്വക്കിൻ്റെ സംരക്ഷണം നമ്മൾ നോക്കിയേ പറ്റൂ. പിന്നെ പണ്ട് കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. അതിന് 40 തൈലം മേടിച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കും. എണ്ണ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം എണ്ണ തേച്ച് നിന്ന് സോപ്പ് ഉപയോഗിക്കാതെ കടലമാവ് ഉപയോഗിച്ച് ഇഞ്ചയും ഉപയോഗിച്ചിട്ട് തേച്ച് കുളിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ടതാണ്. അതിന് നേരം കണ്ടെത്തണില്ല നമ്മൾ. ഈ ത്വക്കിൻ്റെ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം ഇപ്പോൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് ത്വക്ക് രോഗമായിട്ട് വരുന്നുണ്ട്. സോറിയാസിസ് വരുന്നുണ്ട്. ക്യാൻസറാണെന്നും പറഞ്ഞിട്ട് ത്വക്കിന് ക്യാൻസർ വരുന്നുണ്ട്. ത്വക്കിന് ക്യാൻസർ വരുന്നതിൽ പ്രത്യേകം ഞാൻ പറഞ്ഞില്ല, ബാഹ്യപ്രകൃതിയിൽ ഇപ്പോൾ റേഡിയേഷനുള്ള
സൂര്യപ്രകാശമാണ് തട്ടണമെങ്കിൽ ചിലപ്പോൾ ക്യാൻസർ വരും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ത്വക്ക് എന്നുള്ളത് കണക്കിലെടുക്കുകയും അത് സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യണം.